ക്ലാസ്സിലെ പാട്ടുകാരനായിരുന്നോ? ആയിരുന്നു കേട്ടോ. അതായിരുന്നു ഒരു ബെനിഫിറ്റ്. അതായത് ഞാൻ പഠിച്ചത് മോറൽ സ്കൂളിലാണ് ഞാൻ 10ാം ക്ലാസ് പഠിച്ചത്. അതിന് മുൻപ് ഞാൻ വിദ്യാധര സ്കൂളിലാണ് പഠിച്ചോണ്ടിരുന്നത്. ട്രിവാൻഡ്രത്ത് നമ്മുടെ ഈ മാനവീയം പറഞ്ഞില്ലേ, അതിനടുത്താണ് ഈ സ്കൂള്. അപ്പോ ഈ സ്കൂളില് കലോത്സവം വരും. അതുവരെ എനിക്ക് ഒരു വിലയുമില്ല. കലോത്സവം വന്നാൽ ഞാനാണ് ഹീറോ. പിന്നെ ഗുണം എന്ന് പറഞ്ഞാൽ പരിപാടികളെല്ലാം കയറി ചേരും. ഡ്രാമയ്ക്ക് വരെ ഞാൻ ചേർന്നിട്ടുണ്ട്. എന്താ സംഭവം, ഞാൻ ക്ലാസ്സിൽ കയറില്ല. ക്ലാസ് തുടങ്ങുമ്പോൾ അറ്റൻഡൻസ് കഴിയുമ്പോൾ തന്നെ ടീച്ചർ വന്നിട്ട് സാറേ ജയഹരിന്ന് വിട്ടുകാരണേ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ടു. മറ്റവന്മാർക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യമാണ്. അവരുന്നെല്ലാം പഠിക്കണം, ഞാനൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഈ 10 ദിവസം എനിക്ക് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ആരും എന്നൊന്നും പറയില്ല. ഈ സമയത്ത് വീട്ടുകാര് എടാ പഠിച്ചോ എന്ന് ചോദിച്ചിട്ടേ ഇല്ല. നീ മറ്റേ പാട്ട് പഠിക്കാൻ മറ്റേ പദ്യം പഠിക്കും എന്നൊക്കെ പറഞ്ഞിടും. അങ്ങനെ ഒക്കെ വിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ് തൊട്ടേ കർണാട്ടിക് മ്യൂസിക് പഠിച്ചു തുടങ്ങിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചു തുടങ്ങി. അങ്ങനെ തന്നെയാണ് അതിലോട്ട് എത്തുന്നത്. പിന്നെ അങ്ങനെ കുറെ കഥകളും സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഭയങ്കര രസമാണ്. ഒരു പാട്ട് പറഞ്ഞോ? നമ്മുടെ പാട്ടിന് പടമല്ല, അതായിരുന്നു ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്ത പാട്ട്. ശരിക്കും ആ പാട്ടിന് ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോ ഒരു സൂചി തുമ്പാലല്ലേ പടം, കൺസൂചി തുമ്പാല്, അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ് ആണ് ദിസ് സോങ് റിക്വയർസ് മോർ വ്യൂസ് എന്ന് പറഞ്ഞിട്ട്, നീഡ്സ് മോർ വ്യൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ശരിക്കും ആളുകൾക്ക് അത് ഒരുപാട് ആളുകളിലേക്ക് ഈ പാട്ട് എത്തണമെന്ന് ഭയങ്കര ആഗ്രഹവും ആയി തുടങ്ങിയിട്ടുണ്ട്. അതിലെ കോമഡി എന്ന് പറഞ്ഞാൽ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് പാട്ട് കേട്ടവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ റീച്ചില്ല. അപ്പോൾ ഒരു വ്ളോഗർ, എനിക്ക് ആ പുള്ളിക്കാരനെ പരിചയമില്ല. പുള്ളിക്കാരനൊരു വീഡിയോ ചെയ്തു, ഒരു റീല് ചെയ്തു. ആട്ടുതൊട്ടിൽ അന്ന് ഭയങ്കര ഹിറ്റ് നിൽക്കുന്ന സമയമാണ്, അതിലുള്ള ആട്ടുതൊട്ടിൽ. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവം ഒരു വിങ്ങും നെഞ്ചൊടുക്കിലെന്ന് പറഞ്ഞിങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഒരു പയ്യൻ അതിൻ്റെ വ്ളോഗർ അവൻ കിട്ടുന്നൊരു വീഡിയോ. ആദ്യം ഇപ്പോൾ ഈ പാട്ട് ഭയങ്കര ഹിറ്റാണ്. ഈ പാട്ടിൽ നമ്മൾ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്നത് ഇതിൻ്റെ ലിറിക് റൈറ്റർ വിനായകനെയും സിംഗറായ ജയചന്ദ്രൻ സാറിനെയുമാണ്. പക്ഷെ ഇതിൽ പറയപ്പെടാൻ വരുന്നൊരു പേരുണ്ട്, PS ജയഹരി. അപ്പോൾ എൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ വന്നു, PS ജയഹരി. ഇപ്പോൾ അദ്ദേഹത്തിനൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, കൺസൂചി തുമ്പാൽ. ഞാൻ നോക്കുമ്പോൾ ജയഹരി ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഇറങ്ങുന്ന പാട്ടൊന്നും അപ്പോഴല്ല ഹിറ്റാവുന്നത്, കുറേ കാലം കഴിഞ്ഞാൽ ഹിറ്റാവും. അപ്പം പുള്ളി അടുത്ത പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ ട്രൂത്താണ്. ഞാനത് അങ്ങനെ ഒരു വീഡിയോ വന്ന് സന്തോഷിക്കുകയും ചെയ്തു. ഞാൻ കുറെ ആലോചനയിലും വായ്പ വരും ഇനിയിപ്പോ. കാരണം ജയചേട്ടന്റെ പാട്ടുകൾ അങ്ങനെ ആകാനുള്ളതല്ല. എന്തുകൊണ്ടും അവിടെ എത്തുന്നില്ല. പിന്നീടാണത് ശ്രദ്ധിക്കപ്പെടുന്നത്. അവൻ കുറെ പാട്ടുകൾ ലിസ്റ്റും പറയുന്നുണ്ട്. ഇനിയിപ്പോ നാളെ ജയചേട്ടൻ മരിച്ചതിന് ശേഷം പുള്ളിയുടെ പാട്ട് ഗംഭീരമാണെന്ന് പറഞ്ഞപ്പോൾ ശില വെച്ചിരുന്നും കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കൊടുക്കാനുള്ള അക്രഡിറ്റേഷൻ ഇപ്പോഴേ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ ആലോചിച്ചു, ശരിയാണല്ലോ പറയുന്നത്, ഇത് ഒരു സത്യമാണല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇമോഷണൽ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതിനൊക്കെ ഇമോഷണൽ ആയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ ആ സമയത്ത് വിനേഷ് ആ പറയുന്നൊരു ദിവസം, ആ ഒരു വെള്ളിയാഴ്ച, ഇവനിങ്ങനെ എന്നിട്ട് ഭയങ്കര ടെൻഷൻ എന്നിട്ട് ഇതാണോ ഇത്രയും കാലം കാത്തിരുന്ന വെള്ളിയാഴ്ച എന്നൊക്കെ അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര ഇമോഷണൽ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് സമാധാനിപ്പിക്കാനുള്ള ഒരു സീനിയോറിറ്റി ആ സമയത്തുണ്ട്. കാരണം ഞാനിത് ഒരുപാട് മുമ്പ് അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പാട്ട് ഷുവർ ഹിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ പാട്ട് ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പോലും അറിയാത്ത ചില പാട്ടുകൾ കേൾക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുക, ഡിറ്റാച്ച്ഡ് ആവുക. അതിന് കിട്ടേണ്ടത് എപ്പോഴും കിട്ടും, അതിന്റെ അക്രഡിറ്റേഷൻ കിട്ടുന്നത് കിട്ടട്ടെ, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നമല്ല. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വിഷമിച്ചു പോകും. അതത്രേ ഉള്ളൂ. അത് അങ്ങനെ അങ്ങ് വിടുക, അതിനെ അങ്ങ് വിടാനേ പറ്റുള്ളൂ, അതൊന്നും പറ്റത്തില്ല. വിഷമമൊക്കെ മാറാൻ വേണ്ടിട്ട് ഈ പാട്ടിന് വിഷമം കൂടും ഇല്ല, കുഴപ്പമില്ല. നല്ലോമൽ ചെണ്ടാണ് ചെയിനുള്ളൊരു പെണ്ണാണ്, മയേകിയ വാൽക്കണ്ണിൽ മീനോടണതെന്താണ്, നെയ്യാറിൻ കുഞ്ഞോളം നിൻഗാനം പാടുമ്പോൾ തെയ്യാമ്പൽ പോലും നിൻ ചന്തം തേടുമ്പോൾ രാവെല്ലാം ഞാൻ കാണും സ്വപ്നം നീയാണ്,
ഒരു കൺസൂചിത്തുമ്പാൽ മെല്ലെ എന്നെ നീ നുള്ളുന്നു മിണ്ടാട്ടം മിണ്ടാതേതോ കിന്നാരം ചൊല്ലുന്നു മണിമുത്തേ നീ മുന്നിൽ വന്നാൽ എൻ ലോകം മാറുന്നു ചങ്ങാത്തം കൂടാൻ ഞാനും പിന്നാലെ പോരുന്നു.